ഹലോ, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതലും മുസ്ലിങ്ങളെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. മറ്റുള്ള ആൾക്കാർ കേൾക്കുക, വേണമെങ്കിൽ കേട്ടോളുക. ഞാൻ കാരിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുപുഴ കാരിക്കോട് ആശുപത്രി കിടക്കുമ്പോൾ എൻ്റെ ചിറി ഇവിടെ കോണി വന്നു. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ പറഞ്ഞു ഞാൻ ഇഞ്ചക്ഷൻ ചെയ്ത് നേരാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് പറയട്ടെ, താഴെ പോയിട്ടുണ്ടെങ്കിൽ ആയുർവേദം ചെയ്ത് നേരെ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ചിറി കോണിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴേ എനിക്ക് ഇച്ചിരി കോണിയിട്ടുണ്ട് ഇവിടെ, അത് ശരിയാവില്ല. ഈ ചിറി ഇവിടെ വന്നായിരുന്നു, ഈ ഭാഗം ഇവിടെ വന്നായിരുന്നു, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവിടെ ചെന്ന് ഡോക്ടർമാർ, നല്ലൊരു ഡോക്ടറുണ്ട്, അദ്ദേഹം തിരുമി ഇങ്ങനെ തിരുമി ഞരമ്പിൽ നീർക്കെട്ട് കയറിയിട്ടാണ്. ആ ചിലർക്ക് വരും, അവർ ഇഞ്ചക്ഷൻ എടുക്കും, മാറും. അതിൻ്റെ സൂചനയായിട്ട് ഇവിടെയൊക്കെ വേദന എടുക്കും, ഈ മസിൽ കയറും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിലേക്കല്ല വരുന്നത്. അന്നേരം അവിടെ ഒരു മുസ്ലിമായ ഒരു കാരണവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് നടക്കുമായിരുന്നു. ഭയങ്കര ആസ്തിയാണ് പുള്ളിക്ക്, ഭയങ്കര ആസ്തിയാണ്. അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖം കൂടി. കാരിക്കോട് ആശുപത്രിയാണ്. അസുഖം കൂടിയപ്പം പുള്ളി പിച്ചും പേയും തുറന്നിറങ്ങി. ഞാൻ എൻ്റെ താക്കോല് മരുമോളെ ഏൽപ്പിച്ചു, അവരെ ഏൽപ്പിച്ചു, ഇവരെ ഏൽപ്പിച്ചു. നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത്, നല്ല ചെയ്തേ ഓർക്കുന്നുള്ളൂ. തെറ്റായ കാര്യങ്ങൾ ചെയ്ത അദ്ദേഹം ഓർക്കുന്നില്ല. കൂടെ വന്ന ആൾക്കാർ പറയും, ഞാൻ തരട്ടെ, അവൻ്റെ അടയ്ക്കാൻ വരത്ത ചോട്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ അവൻ തെറി പറയുന്നവനാ ഈ കളവൻ, ഈ കാരണവർ. അടയ്ക്കാൻ വരത്ത ആരായാലും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും, അന്യൊരുത്തൻ അതിൻ്റെ ചോട്ട് കൂടി പോവുകയാണെങ്കിൽ തെറി പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹമാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്തത്. അടുത്ത ആൾക്കാർക്ക് 5 പൈസയ്ക്ക് ഉപകാരമില്ല. ഒരു 10-500 അടയ്ക്കത്തോട്ടമുണ്ട്, അടയ്ക്കമുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് കയറിപ്പറിച്ച് ഉണക്കി കൊണ്ടുപോയി വിൽക്കല. എന്നാലും പണിക്കാർക്ക് 5 പൈസ കൊടുക്കൂല. ആരെങ്കിലും അതിൻ്റെ ചോട്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ തെറിയ. അതാണ് മരുമക്കളെന്ന് താക്കോലേൽപ്പിക്കില്ലായിരുന്നു. അടുത്തവരെ കണ്ടാൽ പുച്ഛമാണ്. അടുത്തവരെ ഒരു വഴി പോലും വിട്ടുകൊടുക്കാത്ത വ്യക്തിയാണ്. ചില നല്ല കാര്യങ്ങൾ അദ്ദേഹം പറയും, ഞാൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ലെന്ന്. മരണം അദ്ദേഹത്തിൻ്റെ തലയിലടുത്ത് വെക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വന്നത്. ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ആൾക്കാർ അദ്ദേഹത്തിനെ കുറ്റം പറയാനുള്ളൂ. ഭാര്യ വരെ അദ്ദേഹത്തിൻ്റെ കുറ്റമാണ് പറയുന്നത്. അടുത്ത ആൾക്കാരുടെ പറമ്പ് വരെ ഇയാൾ കൈക്കലാക്കാൻ നോക്കിയ ആളെയാണ്. തൊട്ടടുത്ത ആൾക്കാരെ പറമ്പ് വരെ കൈക്കലാക്കാൻ നോക്കിയ ഏക്കർ കണക്ക് സ്ഥലമുണ്ട്. 1 സെന്റ് സ്ഥലം ഇയാൾ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. പാവപ്പെട്ട ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ഒരു മരിക്കൂന്ന് ഒരു അസുഖം വന്നപ്പം പുള്ളി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഏൽക്കുക. പള്ളിയിൽ പോകാൻ വരെ സമയം ഉണ്ടാവില്ല. പുള്ളി കാശുണ്ടാക്കി അലമാരയിൽ വെക്കുക. ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരുമ്പോഴാണ് ചെയ്ത നല്ല കാര്യങ്ങൾ ഓർക്കുള്ളൂ. മറ്റു കാര്യങ്ങൾ നമ്മൾ ഓർക്കൂല. അടുത്തവനെ ദ്രോഹിച്ചു, അവൻ അത് കൊടുത്തില്ല, ഇവൻ ഇത് കൊടുത്തില്ല. ഒരു വഴി വിട്ടുകൊടുക്കാത്തവന്മാരാണ് നിങ്ങളൊക്കെ. ഈ കാശ് കൊണ്ട് എവിടെ ചെയ്യും? ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആൾക്കാർ അദ്ദേഹത്തിന് കുറ്റം പറയാനേ സമയം ഉണ്ടുള്ളൂ. നല്ലൊരു കാര്യം പറയാനില്ലായിരുന്നു. വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹജ്ജിന് പോയ ആളാണ്, ഭയങ്കര നിസ്കാരിയാണ്. തൊട്ടടുത്ത അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഒരു കഷ്ണം പലക വെച്ചിട്ട് സിമൻറ്റ് തേക്ക് വരും. ഒരു കഷ്ണം പലക അങ്ങോട്ട് വെച്ചിട്ട് സിമൻറ്റ് തേക്ക് വരും. ആ പലക വെട്ടിമുറിച്ച കാക്കാനാണ് അവൻ. നിന്നൊക്കെ മരിക്കുന്ന മുമ്പ് തന്നെ പുഴു പിടിക്കൂടാ. നീയൊക്കെ മരിക്കുന്ന മുമ്പ് തന്നെ മരിച്ചു കഴിഞ്ഞാൽ അത് വേറെ കാര്യം. മരിക്കുന്ന മുമ്പ് തന്നെ പുഴു പിടിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ?
എന്തിനാ ഒരു പലക നിന്റെ നെഞ്ചത്ത് വെച്ചിട്ടുണ്ടോടാ കാക്കാനെ? ആ അമുസ്ലിമായ ചെറുക്കൻ നിന്റെ നെഞ്ചത്ത് വെച്ചിട്ടാണോ അത് തേക്കുന്നത്? ഭൂമിയിലല്ലേ, അള്ളാൻ്റെ ഭൂമിയല്ലേ, ഇതിവിടെ ഇട്ടിട്ട് പോവില്ലേ? പട്ടയം നിനക്കാണ്. പക്ഷെ നീയും നിന്റെ മക്കളെല്ലാം ഇതിട്ടിട്ട് പോവും. ഗവൺമെൻറ് പതിച്ചു തന്നു, ശരിയാണ്. ആരെങ്കിലും ഇവിടെ കിടന്നിട്ടുണ്ടോ? കിടന്നിട്ടുണ്ടോ? ഷാജഹാൻ കണ്ടില്ലേ, മുംതാജിന് വെച്ച താജ്മഹലാണ്. അദ്ദേഹത്തിന് അറിയാം ഞാൻ മരിക്കും. അതുകൊണ്ടെന്താണ്, അവർ രണ്ടുപേരും കവർ അതിനകത്ത് അടുക്കി കളഞ്ഞു. ഇപ്പോൾ വല്ലതും ചെയ്യാൻ പറ്റുമോ? അമ്പലാക്കാൻ പറ്റുമോ? ഒന്നും ആക്കാൻ പറ്റുമോ? കവർ അതിനകത്ത് കിടക്കുവാണ്. നീ എത്ര കൊട്ടാരം പണിയട്ടെ, നീ മരിച്ചു പോവും. 30,000 1 ലക്ഷത്തിൻ്റെ ബെഡിൽ കിടന്നോ, മരണം ഉറപ്പാ. പിന്നെ എന്തിനാടാവേ നിന്റെ അടക്കേൻ്റെ മൂട്ടിൽ കൂടി പോയപ്പോൾ നീ എന്തിനാ തെറി പറയണത്? ഞാനന്ന് അവിടെ കിടക്കുക. ഈ പുള്ളി ഓരോരോ കാര്യം എണ്ണി പറയുമ്പോൾ പറഞ്ഞ സ്വന്തം ഭാര്യ വരെ അങ്ങ് പറയാണ് ഇദ്ദേഹത്തിനെ പോലെ ദ്രോഹമുള്ളവൻ വേറെ തന്നെ ഇല്ലെന്ന്. എന്തിനാ ഉണ്ടെല്ലാം വെട്ടിപ്പിടിക്കുന്നത്? അന്യവർക്ക് കൊടുക്കുന്നേ, അന്യവർക്ക് കൊടുത്തിട്ട് നീ നേട്. അവർ നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ ഇക്ക കൊണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നവരായിരുന്നു, ആളായിരുന്നു. ഉണ്ടെങ്കിൽ 10 രൂപ ചോദിക്കാം, നമ്മളെ ആശുപത്രി ആവശ്യത്തിനും. അങ്ങനെ പറയണം. ഒരു 10 രൂപ ചോദിച്ചാൽ കിട്ടും, അത് കൊടുക്കണം. തരൂലെന്നോ, അത് തരണ്ട, സക്കാത്തായിട്ട് കൊടുത്തേരെ, നിനക്ക് അള്ളാഹുത്താല തരൂന്നേ. അത് പറയിക്കണം. അവനാണ് മനുഷ്യൻ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വീഡിയോ കാണാം.